തരമാറ്റിലണമെങ്കിൽ ആദർശ് അനിയെ സഹായിക്കാനായിട്ടൊരുങ്ങുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇവിടെ നവീനാണെങ്കിൽ തൻ്റെ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞിരിക്കുകയാണെന്ന് നന്ദുവിനെ അറിയിക്കുകയാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇവിടെ അനിയാണെങ്കിൽ വളരെയധികം വിഷമത്തിലാണ്, ദുഃഖത്തിലാണ്. അതായത് വേറൊന്നുമല്ല കേട്ടോ, തൻ്റെ ജീവിതത്തിൽ താൻ ഏറ്റവും കൂടുതൽ മുറുകെ പിടിക്കാനായിട്ടും സ്നേഹിച്ചതുമായ നന്ദുവിനെ നഷ്ടപ്പെടാനായിട്ട് പോവുകയാണല്ലോ. അതിൻ്റെ വിഷമമാണ് നമ്മുടെ അനിയുടെ മനസ്സ് നിറയെന്ന് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അത് തടയണം. അതിനായി ഏട്ടനെയും ഏട്ടത്തിയെയും എങ്ങനെയെങ്കിലും തൻ്റെ വശത്ത് നിർത്തിക്കഴിഞ്ഞാൽ തനിക്ക് പിന്നെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്ന് അനി ഉറച്ച് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ അവരെ ചാക്കിട്ട് പിടിക്കാനായിട്ട് അനി ഒരുങ്ങുകയാണ്, തയ്യാറെടുക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ. ഇതിനെല്ലാം പുറമെ നമ്മുടെ ജലജ വരികയാണ്. ജലജ പുതിയ ഭാവവ്യത്യാസത്തിൽ, വലിയ രൂപവ്യത്യാസത്തിൽ, സ്വഭാവ വ്യത്യാസത്തിൽ അനന്തപുരിയുടെ കഥ കഴിക്കാൻ, അനന്തപുരിയെ ഇളക്കി മറിക്കാനായിട്ട് അവൾ വന്നെത്തുകയാണ്. അതായത് നമ്മുടെ ചന്ദ്രമതിയാണ് പുതിയ ജലജ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. തുടർന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദർശ് അനിയെ സഹായിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നു പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാനായിട്ടും ശ്രദ്ധിക്കണേ.